ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഇത്. ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ, വായിച്ചിട്ട് കയറാമെങ്കിൽ നമുക്കിതിൽ നിന്ന് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഏത് ക്വസ്റ്റ്യനും വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആദ്യം എന്താണ് ഡിസീസസ്? ഡിസീസസ് എന്ന് പറയുമ്പോൾ അത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഇൻഫെക്ഷ്യസ് ഡിസീസ് ഉണ്ട്, നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസ് ഉണ്ട്. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരുന്നത്, പകരാത്തത്. ഓക്കെ, അതിൽ ആദ്യം നമ്മൾ ബാക്ടീരിയൽ ഡിസീസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഒന്ന് രണ്ട് ഡിസീസ്, കോമൺ കോൾഡ്, ന്യൂമോണിയ, അങ്ങനെയുള്ള ഒന്ന് രണ്ട് ഡിസീസസ് മാത്രമാണ് മനസ്സിലാക്കാനുള്ളത്. അതിൽ ടൈഫോയിഡ്, അത് കണ്ടുപിടിക്കുന്ന ടെസ്റ്റ് വൈഡൽ ടെസ്റ്റ്, അതൊന്ന് ഓർമ്മ വെച്ചോണം. വൺ വേർഡ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നത്. പിന്നെ ഫൈലേറിയാസിസ്, അതിന് കാരണമായിട്ടുള്ള കോസൽ ഏജൻസ്, വൂച്ചെറീറിയ ബാൻക്രോഫ്റ്റി, വൂച്ചെറീറിയ മലായി. അതുപോലെ ന്യൂമോണിയ, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. ഇതിൻ്റെ സിംറ്റംസും മോഡ് ഓഫ് ട്രാൻസ്മിഷനും പ്രിവെൻറ്റീവ് മെഷർ അതൊന്നും നമുക്ക്, അല്ലെങ്കിൽ കൺട്രോൾ മെഷേഴ്സ് അതൊന്നും പഠിക്കണ്ട. ഇത് ആ ഡിസീസിന് കാരണം, ഡിസീസസും ആദ്യം വരുന്ന കുറേ ബാക്ടീരിയ, ഫംഗസ്, പ്രോട്ടോസോവൻസ്, ഹെൽമിന്തസ്, ഇതിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ഡിസീസസ്, അതിന് കാരണമായിട്ടുള്ള കോസൽ ഏജൻസ്, പാത്തോജൻ ആരാന്നുള്ള കാര്യം, അല്ലെങ്കിൽ കോസൽ ഏജൻസ് ആരാന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അതിൽ നിന്ന് വൺ വേർഡ് പോലുള്ള ക്വസ്റ്റ്യൻസ് കയറി വരും. ഓക്കെ, അതുപോലെ റിംഗ് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വട്ടച്ചൊറി എന്നൊക്കെ പറയും. നമ്മുടെ ഈ തലയിലെ ഹെയർസ് വട്ടത്തിലിങ്ങനെ പോകുന്ന ഒരു കണ്ടീഷൻ, അത് ഫംഗസിൽ നിന്നുണ്ടാകുന്ന ഡിസോർഡറാണ്. അതിന് കാരണമായിട്ടുള്ള ഫംഗസിന് 3 ടൈപ്പ് ഉണ്ട്. മൈക്രോസ്പോറം, ട്രൈക്കോഫൈറ്റിൻ, എപ്പിഡെർമോഫൈറ്റിൻ, അങ്ങനെ പല ടൈപ്പിലുള്ള 3 ടൈപ്പിലുള്ള ഫംഗസാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് പേരൊന്ന് ഓർമ്മ വെക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിന്ന് ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ചെറിയൊരു യൂണിറ്റാണ് ഇമ്മ്യൂണിറ്റി. എന്താണ് ഇമ്മ്യൂണിറ്റി എന്നുള്ള കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കണം. ദ കപ്പാസിറ്റി ഓഫ് ദ ലിവിങ് ഓർഗാനിസം ടു റെസിസ്റ്റ് ഡിസീസസ് ആണ്. രോഗങ്ങളെ റെസിസ്റ്റ് ചെയ്യാനുള്ള നമ്മുടെ ബോഡിയുടെ ആ ഒരു കപ്പാസിറ്റി, അതിനെയാണ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇമ്മ്യൂണിറ്റി നിലനിർത്തുന്നതിന് വേണ്ടി നമ്മുടെ ശരീരത്തിൽ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റം തന്നെ ഉണ്ട്, അതാണ് ഇമ്മ്യൂൺ സിസ്റ്റം. ഇമ്മ്യൂൺ സിസ്റ്റത്തെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബ്രാഞ്ചാണ് ഇമ്മ്യൂണോളജി. ഓക്കെ, സ്റ്റഡി ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം, അതാണ് ഇമ്മ്യൂണോളജി. ഓക്കെ, ഇനി ഈ ഇമ്മ്യൂണിറ്റിയെ ഏതെങ്കിലും ഒരു രോഗത്തിന് കാരണമായിട്ടുള്ള മൈക്രോ ഓർഗാനിസം നമ്മുടെ ബോഡിയിലോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ളൊരു സംവിധാനം നമ്മുടെ ബോഡിക്കുണ്ട്. ആ സംവിധാനത്തിനെയാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ആ പ്രതിരോധ ശേഷിക്കാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇമ്മ്യൂണിറ്റി എന്നറിയപ്പെടുന്നത്. അപ്പോൾ അതിന് ആ ഇമ്മ്യൂണിറ്റി നിലനിർത്തുന്നതിൽ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം തന്നെ നമ്മുടെ ബോഡിയിലുണ്ട്, അതാണ് ഇമ്മ്യൂൺ സിസ്റ്റം. ഓക്കെ, ഇനി ഇമ്മ്യൂണിറ്റി എത്രയായിട്ടാണ് ക്ലാസ് ചെയ്യുന്നത്? അത് നമ്മൾ പഠിച്ചാൽ, 1 ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്നും 2 അക്വേർഡ് ഇമ്മ്യൂണിറ്റി എന്നും പറയും. അതിൽ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസ് ചെയ്യുന്നത്. ഇമ്മ്യൂണിറ്റിയെ നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസ് ചെയ്യുന്നത്. 1 ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി, 2 അക്വേർഡ് ഇമ്മ്യൂണിറ്റി. അതിൽ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒരു ഓർഗാനിസം ജനിക്കുമ്പോൾ തന്നെ പാരമ്പര്യമായിട്ട് ആർജിച്ച് കിട്ടുന്ന ഒരു പ്രതിരോധ ശേഷി ഉണ്ട് ആ കുഞ്ഞിന്. അതിനെയാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ദ ഇമ്മ്യൂണിറ്റി വിച്ച് ഈസ് പ്രസൻറ്റ് അറ്റ് ദ ടൈം ഓഫ് ബർത്ത് ആണ്. എന്നാൽ ആ കുഞ്ഞ് പിന്നെ വളർന്നു വരുമ്പോൾ ആ കുഞ്ഞിൻ്റെ പ്രതിരോധശേഷി ഇൻക്രീസ് ചെയ്ത് വരും. ആ ഡെവലപ്പ് ചെയ്ത് വരുന്ന പ്രതിരോധശേഷിക്ക് പറഞ്ഞ പേരാണ് അക്വേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും, ആർജിച്ചു വരുന്ന പ്രതിരോധശേഷി. അത് 2 രീതിയിലാണ് വർദ്ധിച്ചു വരുന്നത്. 1 മൈക്രോബ്സിൻ്റെ ഡയറക്റ്റ് അറ്റാക്കിലൂടെ, 2 വാക്സിനേഷനിലൂടെ. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഇമ്മ്യൂണിറ്റിക്ക് പറഞ്ഞ പേരാണ് ഏത്? അക്വേർഡ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, അക്വേർഡ് ഇമ്മ്യൂണിറ്റിയെ നമ്മൾ വീണ്ടും എത്രയായിട്ട് തിരിക്കും? 2ആയിട്ട് തിരിക്കും. ഓക്കെ, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്നും ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. കണ്ടോ? സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പം അത് നമ്മുടെ സെൽസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രതിരോധശേഷിയാണ്. നമ്മുടെ സെല്ലിനെ ബാത്ത് ചെയ്ത് കിടക്കുന്ന കളർലെസ് ആയിട്ടുള്ളൊരു ഫ്ലൂയിഡ് ഉണ്ട്, അതിനെ ലിംഫ് എന്ന് പറയും. ഈ ലിംഫിനകത്താണ് ആര് വരുന്നത്? ടി സെൽസ് കാണപ്പെടുന്നത്, ടി ലിംഫോസൈറ്റ്സ്, തൈമസിൽ നിന്ന് മെച്ചറായി വെളിവരുന്ന ലിംഫോസൈറ്റ്സ്. അപ്പോൾ ഏതെങ്കിലും ഒരു സെല്ലിലോട്ട്
പാത്തോജൻസോ അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള അസുഖത്തിന് കാരണമായിട്ടുള്ള കാർസിനോജൻസോ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടി സെൽസ് എന്ത് ചെയ്യും, ആ അഫക്റ്റ് ചെയ്ത സെല്ല് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് ആ സെല്ലിനെയും പാത്തോജനെയും കൂടെ നശിപ്പിക്കാൻ കപ്പാസിറ്റി ഉള്ള ചില പ്രോട്ടീൻ മോളിക്യൂളുകൾ സെക്രീറ്റ് ചെയ്യും. ആ പ്രോട്ടീൻ മോളിക്യൂളിൻ്റെ പ്രസൻസിൽ ആ പാത്തോജനും ആ സെൽസും കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഡൈജസ്റ്റ് ചെയ്ത് മാറും. ഓക്കെ, ഇത്തരത്തിലുള്ള ആ ഒരു ഇമ്മ്യൂണിറ്റിയാണ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. അതുകൂടാതെ ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി, ഇതിനകത്ത് ഇൻവോൾവ് ആകുന്ന ആരാണ്? ബോൺമാരിൽ നിന്ന് ഡയറക്റ്റ് മെച്ചറായി വെളിവരുന്ന ലിംഫോസൈറ്റ് സെൽസിന് പറഞ്ഞ പേരാണ് ബി സെൽസ് എന്ന് പറയും. ബോൺമാരിൽ നിന്ന് ഡയറക്റ്റ് മെച്ചറായി വെളിവരുന്ന ലിംഫോസൈറ്റ് സെല്ലുകൾക്ക് പറഞ്ഞ പേരാണ് ബി സെൽസ്. ബി സെൽസ് കിടക്കുന്നത് നമ്മുടെ ബ്ലഡിനകത്താണ്. അപ്പോൾ ബ്ലഡിനകത്തോട്ട് വൈറസ് പോലുള്ള ഏതെങ്കിലും അല്ലെ ബാക്ടീരിയ പോലുള്ള ഏതെങ്കിലും ഒരു മൈക്രോ ഓർഗാനിസം നമ്മുടെ ബ്ലഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ബ്ലഡിനകത്ത് കാണപ്പെടുന്ന ഈ ലിംഫോസൈറ്റ് സെല്ലുകൾ എന്ത് ചെയ്യും, ഇതിനെ കൊല്ലാൻ കപ്പാസിറ്റിയുള്ള ചില പ്രോട്ടീൻ മോളിക്യൂളുകൾ ഇതിങ്ങനെ സെക്രീറ്റ് ചെയ്യും. ഓക്കെ, ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ പ്രോട്ടീൻ മോളിക്യൂൾസിന് പറഞ്ഞ പേരാണ് ആൻറ്റിബോഡീസ് അഥവാ ഇമ്മ്യൂണോഗ്ലോബുലിൻ. ഓക്കെ, ആൻറ്റിബോഡീസ് അഥവാ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയും. എന്നിട്ട് ഈ ആൻറ്റിബോഡീസ് വന്നിട്ട് ഈ ബാക്ടീരിയ, വൈറസ് തുടങ്ങിയ മൈക്രോബ്സിൻ്റെ സെൽ മെംബ്രെയിനിലോട്ട് ഇങ്ങനെ വന്ന് ബൈൻഡ് ചെയ്യും. കണ്ടോ, ബൈൻഡ് ചെയ്തിട്ട് ഇതിൻ്റെ സെൽ മെംബ്രെയിൻ പിടിച്ച് കംപ്രസ് ചെയ്ത് പൊട്ടിക്കും. എന്നിട്ട് ഇതങ്ങ് വിട്ടുമാറും. എന്നിട്ട് ആ പൊട്ടുന്നിടത്തൂടെ ബ്ലഡിലെ പ്ലാസ്മയ്ക്കകത്ത് കാണപ്പെടുന്ന വാട്ടർ നേരെ അകത്തോട്ട് എൻ്റർ ചെയ്യും. അകത്തോട്ട് എൻ്റർ ചെയ്യുമ്പോൾ ഈ ഓർഗാനിസത്തിൻ്റെ സെല്ലിങ്ങനെ എൻലാർജ് ചെയ്തിട്ട് അതങ്ങ് ബേസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ മൈക്രോബ്സിനെ എല്ലാം ഈ ആൻറ്റിബോഡീസ് അഥവാ ഇമ്മ്യൂണോഗ്ലോബലിൻ്റെ പ്രസൻസിൽ മൈക്രോബ്സിനെ എല്ലാം ഡെഡ് ആക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിനെ കൊന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രതിരോധ ശേഷി കൂടിയെന്നുള്ളതാണ്. ഇത്തരത്തിൽ ബി സെൽസ് ഇൻവോൾവ് ആയിക്കൊണ്ടുള്ള ഇത്തരത്തിലുള്ള ഇമ്മ്യൂണിറ്റിക്ക് പറഞ്ഞ പേരാണ് ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. അത് ബോൺമാരിൽ നിന്ന് മെച്ചറായി വെളിവരുന്ന ലിംഫോസൈറ്റ് സെല്ലുകളാണ് ബി സെൽസ്. ബി സെൽസിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന പ്രോട്ടീനാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ അഥവാ ആൻറ്റിബോഡീസ്. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇമ്മ്യൂണിറ്റിയാണ് ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. ഇനി ഇത് കൂടാതെ അക്വേർഡ് ഇമ്മ്യൂണിറ്റിയെ വീണ്ടും ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്നും പാസീവ് ഇമ്മ്യൂണിറ്റി എന്നിങ്ങനെ ഇതിനെ വീണ്ടും രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഓക്കെ, ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്നും പാസീവ് ഇമ്മ്യൂണിറ്റി എന്നും. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോബ്സിൻ്റെ ഡയറക്റ്റ് അറ്റാക്കിലൂടെയും വാക്സിനേഷനിലൂടെയും ഡെവലപ്പ് ചെയ്ത് വരുന്ന മൈക്രോബ്സ് ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്തെങ്കിലും രോഗം ഉണ്ടാകും. ഗ്രാജുവലായിട്ട് അതിനെ കൊല്ലാനുള്ള ആൻറ്റിബോഡീസ് ഏതെങ്കിലും ടൈമിൽ നമ്മുടെ ലിംഫോസൈറ്റ് സെല്ലുകൾ പ്രൊഡ്യൂസ് ചെയ്യും. അത് ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റിബോഡീസ് ഒന്ന് ബൈൻഡ് ചെയ്ത് അതിനെ മൊത്തം കൊന്നിരിക്കും, നശിപ്പിച്ചിരിക്കും. അപ്പോൾ നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി കൂടിയെന്നുള്ള അങ്ങനെ കൂടി വരുന്ന, അതുപോലെ വാക്സിൻ എടുക്കുന്നതിലൂടെ നമുക്ക് ഇൻക്രീസ് ചെയ്ത് വരുന്ന ഇമ്മ്യൂണിറ്റി, അതിനെയാണ് നമ്മൾ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്നറിയപ്പെടുന്നത്. എന്നാൽ പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അതല്ല. ഇപ്പം ഇത് രണ്ട് വ്യക്തികളാണ്. അപ്പം ഇതിലെ ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ഇമ്മ്യൂൺ ഇൻഡിവിജ്വലാണ്, ഒരാൾ ഇമ്മ്യൂൺ ഇൻഡിവിജ്വലാണ്. പ്രതിരോധശേഷി കൂടുതലുള്ള വ്യക്തിയാണ് ഇത് പ്രതിരോധശേഷി കുറവുള്ള വ്യക്തിയാണ്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഈ പ്രതിരോധശേഷി കൂടുതലുള്ള ഈ വ്യക്തിയുടെ ഇമ്മ്യൂൺ പ്രോഡക്ട്സ്, അതായത് WBC സെൽസ് നേരെ ഈ വ്യക്തിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കും. കണ്ടോ, അങ്ങനെ കുറവുള്ള ഈ വ്യക്തിയുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കും. ആ വർദ്ധിപ്പിക്കുന്ന ഇമ്മ്യൂണിറ്റിക്ക് പറയുന്ന പേരാണ് പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. ഓക്കെ, ദ ട്രാൻസ്ഫർ ഓഫ് ഇമ്മ്യൂൺ പ്രോഡക്ട്സ് ഫ്രം ഇമ്മ്യൂൺ ഇൻഡിവിജ്വൽ ടു നോൺ ഇമ്മ്യൂൺ ഇൻഡിവിജ്വൽ. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിനെ റിലേറ്റ് ചെയ്ത് വൺ വേർഡ് പോലെ നിങ്ങൾക്ക് എഴുതാനുള്ള ഏതെങ്കിലും ചെറിയ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. അടുത്ത് ഇതിനകത്ത് നോക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് സ്ട്രക്ചർ ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. ഈ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഈ ടോപ്പിക്കിൻ്റെ ലാസ്റ്റ് സ്ട്രക്ചർ ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്നൊരു ടോപ്പിക്ക് കിടപ്പുണ്ട്. അത് ഉറപ്പായിട്ട് നിങ്ങൾ നോക്കേണ്ടതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. സ്ട്രക്ചർ ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിൻ, ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ സ്ട്രക്ചർ. ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ സ്ട്രക്ചർ അതിൻ്റെ ഡയഗ്രം ടെസ്റ്റിനകത്ത് കിടപ്പുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കി ഒന്ന് മനസ്സിലാക്കണം. ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുമ്പം ഇത് ഒരു ഗ്ലൈക്കോപ്രോട്ടീനാണ്. ഗ്ലൈക്കോജൻ്റെയും പ്രോട്ടീൻ്റെയും മോളിക്യൂൾസാൽ കമ്പോസ് ഇരിക്കുന്ന മോളിക്യൂളാണ് യഥാർത്ഥത്തിൽ എന്തോന്ന് ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻ. ഇത് കമ്പോസ് ഇരിക്കുന്നത് ഒരു ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ സ്ട്രക്ചർ നമ്മൾ നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് വൈ ഷേപ്ഡ് സ്ട്രക്ചറാണ്. ഒരു ഇമ്മ്യൂണോഗ്ലോബുലിൻ കമ്പോസ് ഇരിക്കുന്ന അമിനോ ആസിഡുകളുടെ 4 പോളിപെപ്റ്റൈഡ് ചെയിനാലാണ്.
ഇത് രണ്ടും, ഇത് അമിനോ ആസിഡിൻ്റെ ഒരു ചെറിയൊരു പോളിപെപ്റ്റൈഡ് ചെയിനാണ്, ഇത് അമിനോ ആസിഡിൻ്റെ വേറൊരു ചെയിൻ. കണ്ടോ? അങ്ങനെ 1, 2, 3, 4 അമിനോ ആസിഡുകളുടെ 4 പോളിപെപ്റ്റൈഡ് ചെയിനാലാണ് ഇത് കമ്പോസ് ഇരിക്കുന്നത്. അതിൽ 2 ചെയിൻ എന്ന് പറയുമ്പോൾ ഇതും എടുത്തു കഴിഞ്ഞാൽ അത് വളരെയധികം ഷോർട്ടായിരിക്കും. ഷോർട്ടായിട്ടുള്ള ആ ചെയിൻ പറഞ്ഞ പേരാണ് ലൈറ്റ് ചെയിൻ എന്ന് പറയും. ലൈറ്റ് ചെയിൻ കണ്ടോ? 2 ലോങ് ആണ്, ഇത് രണ്ടുമാണ് ലോങ് ആയിട്ടുള്ള. ഇതിനെയാണ് ഹെവി ചെയിൻ എന്നറിയപ്പെടുന്നത്. കണ്ടോ? അപ്പോൾ ഈ ലൈറ്റ് ചെയിൻ എടുത്തു കഴിഞ്ഞാൽ ഇത് കമ്പോസ് ചെയ്തിരിക്കുന്ന 240 അമിനോ ആസിഡ്സാലാണ്. ഓക്കെ. എന്നാൽ ഒരു ഹെവി ചെയിൻ കമ്പോസ് ചെയ്തിരിക്കുന്നത് 450 to 700 അമിനോ ആസിഡ്സാലാണ്. ഒരു ലൈറ്റ് ചെയിൻ 214 അമിനോ ആസിഡ്സാലാണ് നിർമ്മിച്ചിരിക്കുന്നത്, ഈ ഒരു ലൈറ്റ് ചെയിൻ മാത്രം. ഒരു ഹെവി ചെയിൻ എടുത്തു കഴിഞ്ഞാൽ ഇത് 450 to 700 അമിനോ ആസിഡ്സാലാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ലൈറ്റ് ചെയിൻ്റെയും ഹെവി ചെയിനെയും കൂടെ പരസ്പരം ഇന്റർകണക്ട് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ജോഡി സൾഫറിൻ്റെ ആറ്റങ്ങളാണ് വരുന്നത്. കണ്ടോ? ഇവിടെ ഇങ്ങനെ ഒരു ജോഡി സൾഫറിൻ്റെ ആറ്റങ്ങളാണ് വരുന്നത്. ഓക്കെ, ഒരു ജോഡി സൾഫറിൻ്റെ ആറ്റങ്ങളാണ് വരുന്നത്. ഒരു ലൈറ്റ് ചെയിനെയും ഒരു ഹെവി ചെയിനെയും കൂടെ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ജോഡി സൾഫറിൻ്റെ ആറ്റങ്ങൾ വരും. ഇനി ഈ ലൈറ്റ് ചെയിൻ്റെ ഹെവി ചെയിൻ്റെ ആൻറ്റീരിയർ എൻഡ് ഇതാണ്. ഈ ആൻറ്റീരിയർ എൻഡിൽ കാണപ്പെടുന്നത് അമിനോ ഗ്രൂപ്പാണ്. കണ്ടോ? അമിനോ ഗ്രൂപ്പ് കാണപ്പെടുന്ന ഈ ആൻറ്റീരിയർ എൻഡിൽ ഇവിടെയും അമിനോ ഗ്രൂപ്പ് ആയിരിക്കും. അമിനോ ഗ്രൂപ്പ് കാണപ്പെടുന്ന ഈ ആൻറ്റീരിയർ എൻഡിന് പറഞ്ഞ പേരാണ് ഏത്? എൻ ടെർമിനൽ എൻഡ് എന്ന് പറയും. ഓക്കെ. എന്നാൽ ഈ ലൈറ്റ് ചെയിൻ്റെ ഹെവി ചെയിൻ്റെ ഈ പോസ്റ്റീരിയർ എൻഡിൽ നമുക്ക് കാണാൻ കഴിയുന്ന ആരാ? കാർബോക്സിൽ ഗ്രൂപ്പാണ്. ഇവിടെയും കണ്ടോ? ഈ പോസ്റ്റീരിയർ എൻഡിൽ കാർബോക്സിൽ ഗ്രൂപ്പ് അടങ്ങിയിരിക്കുന്ന ഈ പോസ്റ്റീരിയർ എൻഡിന് പറഞ്ഞ പേരാണ് സി ടെർമിനൽ എൻഡ് എന്ന് പറയും. ഓക്കെ. ഇനി ഈ 2 ഹെവി ചെയിനെ പരസ്പരം ഇന്റർകണക്ട് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് 2 ജോഡി സൾഫറിൻ്റെ ആറ്റങ്ങളാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ താഴോട്ട് ഇങ്ങനെ 4 ജോഡി സൾഫറിൻ്റെ ആറ്റങ്ങൾ വരും. ഓക്കെ. ഇവിടെ അതുകൊണ്ട് തന്നെ 4 ജോഡി സൾഫർ, ഇവിടെ 4 ജോഡി സൾഫറിൻ്റെ ആറ്റങ്ങൾ. ഓക്കെ. അതുപോലെ ഈ ഹെവി ചെയിൻ്റെ പുറത്തായിട്ട് പുറമെ ബാക്കിലായിട്ട് 4 ജോഡി സൾഫറിൻ്റെ ആറ്റങ്ങൾ വരും. പുറമെ 4 ജോഡിയല്ല, 4 സൾഫറിൻ്റെ ആറ്റങ്ങൾ. ഇവിടാണ് ഇങ്ങോട്ട് താഴോട്ടാണ് 4 ജോഡി വരുന്നത്. ഇവിടെ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ജോഡിയായിട്ട് എടുക്കുമ്പോൾ 4 ജോഡി വരും. ഇനി ഇതിൻ്റെ ഹെവി ലൈറ്റ് ചെയിൻ്റെ പുറത്ത് 4 സൾഫറിൻ്റെ ആറ്റങ്ങളാണ് വരുന്നത്. ഇനി തന്മാത്ര ഘടനയുടെ അടിസ്ഥാനത്തിൽ, മോളിക്കുലർ സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ ഇമ്മ്യൂണോഗ്ലോബുലിനെ നമ്മൾ എത്ര ആയിട്ട് തിരിക്കും? ഇമ്മ്യൂണോഗ്ലോബുലിൻ എ, ഡി, ഇ, ജി, എം എന്നിങ്ങനെ ഇതിനെ 5 ആയിട്ടാണ് ക്ലാസ് ചെയ്യുന്നത്. ഇമ്മ്യൂണോഗ്ലോബുലിനെ നമ്മൾ തന്മാത്ര ഘടന മോളിക്കുലർ സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ ഇമ്മ്യൂണോഗ്ലോബുലിൻ എ, ഇമ്മ്യൂണോഗ്ലോബുലിൻ ഡി, ഇ, ജി, എം എന്നിങ്ങനെ 5 ആയിട്ടാണ് തിരിക്കുന്നത്. അതിലെ അലർജിക് റെസ്പോൺസസിൽ മീഡിയേറ്ററായിട്ട് ആക്ട് ചെയ്യുന്ന ഇമ്മ്യൂണോഗ്ലോബുലിനാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ. ഓക്കെ. എന്നാൽ ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന നമ്മുടെ ബ്ലഡിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് മോസ്റ്റ് എബണ്ടൻ്റ് ആയിട്ട് കാണപ്പെടുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇമ്മ്യൂണോഗ്ലോബുലിൻ ജി ആണ്. അതൊന്ന് ഓർമ്മ വെച്ചോണം. 1 വേർഡ് പോലെ ചോദിക്കുന്ന മോസ്റ്റ് എബണ്ടൻ്റ് ആണ്. ഓക്കെ. മാത്രമല്ല ഇതിന് മാത്രമേ ഉള്ളൂ പ്ലാസൻ്റയിലൂടെ ക്രോസ് ചെയ്ത് ഫീറ്റസിലേക്ക് പോകാനുള്ള കപ്പാസിറ്റി. പ്ലാസൻ്റയിലൂടെ ക്രോസ് ചെയ്ത് ഫീറ്റസിലേക്ക് പോകാനുള്ള കപ്പാസിറ്റിയും ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻ ജിക്കാണ്. ഓക്കെ. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഇമ്മ്യൂണോഗ്ലോബുലിൻ ജി ആണ്. ഇത് രണ്ടും ഒന്ന് ഓർമ്മ വെച്ചോണം. 1 വേർഡ് ക്വസ്റ്റ്യൻ പോലെ വരുന്നത്. പിന്നെ ഇമ്മ്യൂണോഗ്ലോബുലിൻ എം എന്ന് പറയുമ്പോൾ ഇത് ബി സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സാധനമാണ്. എ എന്ന് പറയുമ്പോൾ ഫാഗോസൈറ്റോസിസ്, പാത്തോജൻസിനെ എൻഗൾഫ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഇമ്മ്യൂണോഗ്ലോബുലിനാണ് എ. പിന്നെ ഡി എന്ന് പറയുമ്പോഴത്തേനും അതും ബി ലിംഫോസൈറ്റ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഇമ്മ്യൂണോഗ്ലോബുലിനാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഓർമ്മ വെക്കേണ്ടത്, ഇയും ജിയും കേട്ടോ. അലർജിക് റെസ്പോൺസിൽ മീഡിയേറ്ററായിട്ട് ആക്ട് ചെയ്യുന്നതാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ. അതുപോലെ തന്നെ മോസ്റ്റ് എബണ്ടൻ്റ് ആൻറ്റിബോഡി എന്ന് പറയുന്നത് ജി ആണ്. പിന്നെ ഇതിന് മാത്രമേ ഉള്ളൂ പ്ലാസൻ്റയിലൂടെ ഫീറ്റസിലേക്ക് ക്രോസ് ചെയ്യാനുള്ള കഴിവ്. ഇനി അടുത്ത ഇതിനകത്തിലെ നമ്മൾ ഷോർട്ട് ക്വസ്റ്റ്യൻ പോലെ മനസ്സിലാക്കേണ്ട അടുത്തൊരു ടോപ്പിക്കാണ് ഓട്ടോ ഇമ്മ്യൂണിറ്റി.
ചില വ്യക്തികളിൽ ഈ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ബോഡിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അതുമൂലം നമുക്ക് ചില ഡിസോർഡറുകൾ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്ന ഡിസോർഡേഴ്സിനെയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് എന്നറിയപ്പെടുന്നത്. ആ ഒരു ഫിനോമിന് പറഞ്ഞ പേരാണ് ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയും. അങ്ങനെ ഉണ്ടാകുന്ന ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ബോഡിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അതുമൂലം നമുക്ക് ചില ഡിസോർഡറുകൾ ഉണ്ടാവും. അതിനെയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് അറിയപ്പെടുക. ഒരു എക്സാമ്പിളാണ് റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ്. അതിന് കാരണമായിട്ടുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻ എം ആണ്. ഓർത്തോണം, റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് അതിന് കാരണമായിട്ടുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻ എം ആണ്. അടുത്ത വളരെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിൽ നോക്കേണ്ട അടുത്തത് HIV, എയ്ഡ്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് നമുക്ക് കിടപ്പുണ്ട്. അക്വേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. അതിന് കാരണമായിട്ടുള്ള വൈറസാണ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, HIV, അഥവാ റിനോ വൈറസ് എന്ന് വേണമെങ്കിലും പറയാം. ഈ HIV-യുടെ ലൈഫ് സൈക്കിള് നമ്മൾ ടെസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്, അതിൻ്റെ ഡയഗ്രാം. ആ ലൈഫ് സൈക്കിളിൻ്റെ ഡയഗ്രാം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് എക്സാമിന് ചോദിച്ചാൽ. അപ്പോൾ ഈ HIV വൈറസിനുള്ളൊരു പ്രത്യേകത, ഇവരുടെ ജെനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ആരാണ്? ഇവരുടെ ജെനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ RNA ആണ്. ഈ RNAയിൽ നിന്ന് തിരിച്ച് എന്തുണ്ടാവും? DNA ഉണ്ടാവും. കണ്ടോ? ഈ തിരിച്ചുണ്ടാകുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതിന് സഹായിക്കുന്ന റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറയുന്നൊരു എൻസൈം ഉണ്ട് ഇവരുടെ സെല്ലിനകത്ത്. അത് മറ്റുള്ള ഓർഗാനിസത്തിൻ്റെ ഒന്നും സെല്ലിനകത്തില്ല. ഈ എൻസൈം ഉള്ളത് കൊണ്ട് RNAയിൽ നിന്ന് RNA ഉണ്ടാവും, RNAയിൽ നിന്ന് തിരിച്ച് DNA ഉണ്ടാവും. അപ്പോൾ DNAയിൽ നിന്ന് RNA ഉണ്ടാകുന്ന പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ. തിരിച്ച് RNAയിൽ നിന്ന് DNA ഉണ്ടാകുന്നതാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. അതിന് സഹായിക്കുന്ന എൻസൈമാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്. അപ്പോൾ ഈ HIV-യുടെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, സിംറ്റംസ്, കൺട്രോൾ മെഷേഴ്സ്, ഓക്കെ. പിന്നെ അതുകൂടാതെ ലൈഫ് സൈക്കിൾ ടെസ്റ്റിനകത്ത് വന്നിട്ടുണ്ട്. സിമ്പിളാണ്. ആദ്യം ഇത് നമ്മുടെ സെല്ലിനകത്തോട്ട്, ബോഡിയുടെ ഏതെങ്കിലും ഒരു സെല്ലിലോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ RNA എന്ന് പറയുന്ന ജെനറ്റിക് മെറ്റീരിയൽ നേരെ ഇവരുടെ സെല്ലിൽ നിന്ന് വെളിയിൽ വന്നിട്ട് നമ്മുടെ സെല്ലിലെ ന്യൂക്ലിയസിനകത്ത് കാണപ്പെടുന്ന DNA-യുമായിട്ട് പോയി ബൈൻഡ് ചെയ്യും. എന്നിട്ട് ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് പുതിയ ഈ വൈറൽ RNA ഉണ്ടാവും. അത് എന്നിട്ട് വെളിയിൽ വരും. എന്നിട്ട് അത് ഓരോന്നും മോഡിഫൈ ചെയ്ത് പുതിയ ഓരോരോ HIV വൈറസായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതാണ് ലൈഫ് സൈക്കിളിനകത്ത് പറയുന്നത്. ഇനി ആ ലൈഫ് സൈക്കിളിൻ്റെ ഡയഗ്രാം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അത് നമുക്ക് എന്ത് ചെയ്യും? അത് ഡാഷ് ഇട്ടാണ് തരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ആനുവൽ എക്സാമിനേഷന് വന്നതാണ്, ഡാഷ് ഇട്ട് തരും. അപ്പോൾ ആ ഡയഗ്രാം ലൈഫ് സൈക്കിൾ ഓഫ് HIV എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിനകത്ത് കുറച്ച് ഡയഗ്രാം മാത്രമേ തന്നിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞോട്ട് RNA ട്രാൻസ്ഫർ ചെയ്ത് നമ്മുടെ സെല്ലിലെ ന്യൂക്ലിയസിനകത്ത് വരുന്നതും പിന്നെ അത് ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ട് പുതിയ വൈറൽ RNA ഉണ്ടായി ന്യൂക്ലിയസിൽ നിന്ന് വെളി വരുന്നതൊക്കെയാണ്. അപ്പോൾ ഈ എൻസൈമിൻ്റെയൊക്കെ പേര് അവിടെ ഒന്ന് ഓർമ്മ വെച്ചാണ്. റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ പ്രസൻസിൽ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുമെന്നൊക്കെ ഒന്ന് ഓർമ്മ വെക്കാം. അപ്പോൾ ആ ഡയഗ്രാം ശ്രദ്ധിച്ചൊന്ന് മനസ്സിലാക്കുക. അല്ലാതെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കത്തില്ല ലൈഫ് സൈക്കിള്. ആ ഡയഗ്രാം മാത്രം നന്നായിട്ടൊന്ന് ഫോക്കസ് ചെയ്തിട്ട് അതുപോലെ നിങ്ങൾക്ക് എക്സാമിന് തന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഡാഷ് ഇട്ട് തരും. അവിടെ വരുന്ന ഏതാണെന്നും കറക്റ്റായിട്ട് ഫില്ല് ചെയ്താൽ മതി. അത് ആ ഡയഗ്രാം ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ, നന്നായിട്ടൊന്ന് നോക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് തെറ്റാതെ ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ HIV-യെ കുറിച്ച്, എയ്ഡ്സിനെ കുറിച്ച് അതിൻ്റെ കൺട്രോൾ മെഷേഴ്സ് ഒന്ന് പഠിച്ചു വെച്ചോണം. കൺട്രോൾ മെഷേഴ്സ്. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യാനുള്ള മാർഗ്ഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? സ്ക്രീനിങ് നടത്തണം. അതുപോലെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്നതിന് മുമ്പ് സ്ക്രീനിങ് ടെസ്റ്റ്. പിന്നെ അവോയ്ഡ് കണ്ടാമിനേറ്റഡ് നീഡിൽസ് ആൻഡ് സിറിഞ്ചസ്. പിന്നെ അവോയ്ഡ് സെക്ഷൽ ഇൻ്റർകോഴ്സ്. പിന്നെ അത് കൂടാതെ പിന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, പിന്നെ കണ്ടാമിനേറ്റഡ് നീഡിൽസ് ആൻഡ് സിറിഞ്ചസ്, അതിൻ്റെയൊക്കെ യൂസേജ് കുറയ്ക്കുക. അൺനോൺ പേഴ്സണുമായിട്ട് സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെടാതിരിക്കുക. ഇങ്ങനെയൊക്കെ ഒരുപാട് മെത്തേഡുകളുണ്ട്. ഇത് കൺട്രോൾ ചെയ്യാനുള്ള മാർഗങ്ങൾ. ഓക്കെ. ഇനി ഈ HIV വൈറസ്
നമ്മുടെ ബോഡിയിലോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ അഫക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് പല രോഗങ്ങൾക്ക് കാരണമായിട്ടുള്ള പാത്തോജൻസ് നമ്മുടെ ബോഡിയിലോട്ട് എൻ്റർ ചെയ്ത് പല ടൈപ്പിലുള്ള അസുഖങ്ങളാണ് നമുക്കുണ്ടാകുന്നത്. ഓക്കെ, ഇതിൻ്റെ ടെസ്റ്റ്, ഇതിൻ്റെ പ്രിലിമിനറി ടെസ്റ്റാണ് ഏത്? എയ്ഡ്സിൻ്റെ എലിസ. ഇതിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റാണ് വെസ്റ്റേൺ ബ്ലോട്ട്. ഓക്കെ, എയ്ഡ്സിൻ്റെ പ്രിലിമിനറി ടെസ്റ്റാണ് ഏത്? എലിസ. കൺഫർമേറ്ററി ടെസ്റ്റാണ് വെസ്റ്റേൺ ബ്ലോട്ട്. ഇത് രണ്ടും ഒന്ന് ഓർമ്മ വെച്ചോണം. എലിസ നമ്മുടെ വീഡിയോസിനകത്തുണ്ട്. അതിൻ്റെ ഫുൾ ഫോം എക്സ്പാൻഡ് ചെയ്യാനായിട്ട് എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻ അസ്സേ ടെസ്റ്റ്. ഓക്കെ, ഇത് പ്രിലിമിനറി ടെസ്റ്റ്, ഇത് കൺഫർമേറ്ററി ടെസ്റ്റ്. ഓക്കെ, അപ്പം ഇതിനകത്തിലെ കൺട്രോൾ മെഷേഴ്സാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ലൈഫ് സൈക്കിൾ, HIV ലൈഫ് സൈക്കിൾ നോക്കണം, കൺട്രോൾ മെഷേഴ്സ് നോക്കണം. അത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റാണ്. സിംറ്റംസും മോഡ് ഓഫ് ട്രാൻസ്മിഷനും അങ്ങനെ കൂടുതലായിട്ട് ചോദിക്കുന്നതല്ല. ഓക്കെ, ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നിങ്ങൾ നോക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ചാപ്റ്ററിൽ അടുത്തൊരു ടോപ്പിക്കാണ് നെക്സ്റ്റ്. ഏത്? ക്യാൻസർ. ഓക്കെ, നമുക്കിനി അടുത്ത സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, അടുത്ത നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ക്യാൻസർ. ഇതിന് നിങ്ങൾക്ക് ഏതെങ്കിലും വൺ വേർഡ് പോലെങ്കിലും ചെറിയ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനെങ്കിലും ഉറപ്പായിട്ട് ഇത് ചോദിക്കുന്നതാണ്. അപ്പോൾ ക്യാൻസർ ഒന്ന് നന്നായിട്ട് നോക്കണം. അതിനകത്ത് നമ്മൾ നോക്കേണ്ട ടോപ്പിക്സ്, ആദ്യം ടൈപ്സ് ഓഫ് ക്യാൻസർ. ക്യാൻസർ തന്നെ ഏതെല്ലാം ടൈപ്പുണ്ട്? ക്യാൻസർ തന്നെ മെയിനായിട്ട് എത്ര ടൈപ്പുണ്ട്? ക്യാൻസർ തന്നെ 4 ടൈപ്പുണ്ട്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം ഏതൊക്കെയാണ്. ഒന്ന് കാർസിനോമാസ്. നമുക്കറിയാം എപ്പിത്തൽ ടിഷ്യൂ, ദ ക്യാൻസർ ഓഫ് എപ്പിത്തൽ ടിഷ്യൂ ആണ്. എപ്പിത്തൽ ടിഷ്യൂവിനെ അഫക്റ്റ് ചെയ്യുന്ന ക്യാൻസറിനെയാണ് നമ്മൾ കാർസിനോമാസ് എന്ന് പറയുക. രണ്ടാമത്തെ സാർക്കോമാസ്, ക്യാൻസർ ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഓർത്തോണം, കണക്റ്റീവ് ടിഷ്യൂവിനെ അഫക്റ്റ് ചെയ്യുന്ന ക്യാൻസറാണ് സാർക്കോമാസ്. 3 മെലാനോമാസ്, മെലാനോസൈറ്റ് സെല്ലുകളെ അഫക്റ്റ് ചെയ്യുന്ന ക്യാൻസറാണ്. സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട് കാണപ്പെടുന്ന മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലുകളാണ് മെലാനോസൈറ്റ് സെല്ലുകൾ. അതിനെ അഫക്റ്റ് ചെയ്യുന്ന ക്യാൻസറാണ് മെലാനോമാസ്. എന്നാൽ ക്യാൻസർ ഓഫ് WBC സെൽസ്, നമ്മുടെ WBC സെൽസിനെ അഫക്റ്റ് ചെയ്യുന്ന ക്യാൻസറിനെയാണ് എന്ത് വിളിക്കുന്നത്? ലുക്കീമിയാസിസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ടൈപ്സ് ഓഫ് ക്യാൻസർ ഈ 4 ഒന്ന് മനസ്സിലാക്കി വെക്കണം. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഡിറ്റക്ഷൻ ആൻഡ് ഡയഗ്നോസിസ്. ഡിറ്റക്ഷൻ ആൻഡ് ഡയഗ്നോസിസ് കണ്ടുപിടിക്കുന്ന രീതി. അതിലൊന്നാമത്തെയാണ് ബയോപ്സി. 2 MRI സ്കാൻ. അടുത്തത് CT സ്കാൻ. ഓക്കെ, അടുത്തത് എക്സ്റേ റേഡിയോഗ്രാഫി. 1 ബയോപ്സി, 2 MRI സ്കാൻ, 3 CT സ്കാൻ, പിന്നെ എക്സ്റേ റേഡിയോഗ്രാഫി. ഈ മെത്തേഡുകളിലൂടെയാണ് നമ്മൾ ക്യാൻസർ സെല്ലുകളെ ഡിറ്റക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്യാൻസർ സെല്ലുകൾ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള മെത്തേഡുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ബയോപ്സി ചെയ്യാം, അതുപോലെ MRI സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കാം, CT സ്കാന്, എക്സ്റേ റേഡിയോഗ്രാഫി, എക്സ്റേസിനെ കടത്തിവിട്ട് ക്യാൻസർ സെല്ലുകളാണെന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് എക്സ്റേ റേഡിയോഗ്രാഫി. ഇനി അടുത്തത് ട്രീറ്റ്മെൻറ്റ്സ് ആണ്. ട്രീറ്റ്മെൻറ്റ്സ് അതിലൊന്നാമത്തെ ട്രീറ്റ്മെൻറ്റ്സ് ആണ് സർജറി. 1 സർജറിയാണ്, ആ റീജിയൻ അങ്ങ് റിമൂവ് ചെയ്ത് കളയുക. പിന്നെ കീമോതെറാപ്പിയാണ്. ഓക്കെ, ഹൈഡോസ് കെമിക്കൽസിനെ ഇഞ്ചെക്റ്റ് ചെയ്ത് ക്യാൻസർ സെല്ലുകളെ നശിപ്പിച്ച് കളയുക, അതാണ് കീമോതെറാപ്പി. പിന്നെ വരുന്നത് റേഡിയേഷൻ തെറാപ്പിയാണ്. റേഡിയേഷൻ തെറാപ്പി. പിന്നെ വരുന്നത് ഇമ്മ്യൂണോ തെറാപ്പി. ഇത്രയും മനസ്സിലാക്കി വെക്കണം. റേഡിയേഷൻ കടത്തിവിട്ട് ക്യാൻസർ സെല്ലിനെ നശിപ്പിച്ച് കളയുക. പിന്നെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിച്ച് ക്യാൻസർ സെല്ലിനെ, അതായത് T സെൽസ് പോലുള്ള ലിംബോസൈറ്റ് സെല്ലുകളുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യിപ്പിക്കുക. എന്നിട്ട് ആ T സെൽസിനെ കൊണ്ട് ക്യാൻസർ സെല്ലുകളെ നശിപ്പിച്ച് കളയുക. ഓക്കെ, അതാണ് ഇമ്മ്യൂണോ തെറാപ്പി. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ക്യാൻസറിനെ കുറിച്ച്. ആദ്യം ക്യാൻസർ തന്നെ ഏതെല്ലാം ടൈപ്പുണ്ട്, പിന്നെ ഇത് കണ്ടുപിടിക്കുന്ന മെത്തേഡ് ഏതൊക്കെയാണ്, പിന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ്. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർമ്മ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് വൺ വേർഡായിട്ട് ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും ഏത് രീതിയിൽ ഉള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് കറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ,
അടുത്ത നമ്മൾ മനസ്സിലാക്കുന്ന അടുത്ത ടോപ്പിക്കാണ് ഡ്രഗ് അബ്യൂസ്. അതിൽ നിന്നും വൺ വേർഡ് പോലുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ വളരെ ഷോർട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡ്രഗ് അബ്യൂസ് എന്ന് പറഞ്ഞ ആ ടോപ്പിക്കിൽ നിന്ന് കയറി ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡ്രഗ് അബ്യൂസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദുരുപയോഗം ചെയ്യുന്ന ഡ്രഗ്സിനെ നമ്മൾ കോമണായിട്ട് പറയുന്ന പേരെന്താ, മെഡിസിൻസ് എന്നാണ് പറയുന്നത്. അതിൽ നമ്മൾ ദുരുപയോഗം ചെയ്യുന്ന ധാരാളം ഡ്രഗ്സ് ഉണ്ട്. അങ്ങനെയുള്ള ആ ഡ്രഗ്സിനെ കുറിച്ചാണ് നമ്മളൊന്ന് പരിചയപ്പെടുന്നത്. ഏതിനകത്ത്? ഡ്രഗ് അബ്യൂസിനകത്ത് പരിചയപ്പെടുന്നത്. ഓക്കെ, നമുക്കിനി ഡ്രഗ് അബ്യൂസിലേക്ക് വരാം. ദുരുപയോഗം ചെയ്യുന്ന പ്രധാനപ്പെട്ട ദുരുപയോഗം ചെയ്യുന്ന ഡ്രഗ്സിനെ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യുന്ന ഡ്രഗ്സ് തന്നെ 3 ടൈപ്പ് ഉണ്ട്. അതിലൊന്നാമത്തേന് ഒപ്പിയോയിഡ്സ് എന്നും, 2 ക്യാനാബിനോയിഡ്സ് എന്നും, 3 കൊക്ക ആൽക്കലോയിഡ്സ് എന്ന് പറയും. അതിൽ ഒപ്പിയോയിഡ്സ് എന്ന് പറയുമ്പം അത് തന്നെ 3 ടൈപ്പ് ഉണ്ട്. നാച്ചുറൽ ഉണ്ട്, അതുപോലെ തന്നെ സെമി സിന്തറ്റിക് ഉണ്ട്, അതുപോലെ തന്നെ സിന്തറ്റിക് ഉണ്ട്. സിന്തറ്റിക് എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിക്കുന്നത്. അതിൽ നാച്ചുറലായിട്ടുള്ള ഒപ്പിയോയിഡ്സിന് എക്സാമ്പിളാണ്. അപ്പോൾ ഒപ്പിയോയിഡ്സിനെയാണ് നമ്മൾ 3ആയിട്ട് തിരിക്കുന്നത്: നാച്ചുറൽ ഒപ്പിയോയിഡ്സ്, സെമി സിന്തറ്റിക് ഒപ്പിയോയിഡ്സ്, സിന്തറ്റിക് ഒപ്പിയോയിഡ്സ്. നാച്ചുറൽ ഒപ്പിയോയിഡ്സിന് എക്സാമ്പിളാണ് ഒപ്പിയം, മോർഫിൻ. അതിൽ ഈ ഒപ്പിയം എന്ന് പറയുമ്പം നമ്മൾ പോപ്പി പ്ലാന്റ്, അതിൻ്റെ സയൻറ്റിഫിക് നെയിം പാപ്പാവർ സോംനിഫറം. പോപ്പി പ്ലാന്റിൻ്റെ ലീവ്സിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ ആര്, ഈ പോപ്പി പ്ലാന്റ്സിൻ്റെ ഫ്രൂട്ട്സിൻ്റെ ലാറ്റക്സിൽ നിന്ന്, പോപ്പി പ്ലാന്റ്സിൻ്റെ ഫ്രൂട്ട്സിൻ്റെ ലാറ്റക്സിൽ നിന്ന് കറ ഫ്രൂട്ട്സ് നമ്മളിങ്ങനെ ഫ്രൂട്ട്സ് അടത്തിയെടുക്കുമ്പോൾ അതിൽ നിന്നൊരു കറ വരും. അതിൽ നിന്ന് എക്സ്ട്രാക്ട് എടുക്കുന്നതാണ് ഒപ്പി എന്ന് പറഞ്ഞു. അത് മാനുഫാക്ചർ ചെയ്യുന്ന പ്ലാന്റാണ് പോപ്പി പ്ലാന്റ്. ഓക്കെ, സെമി സിന്തറ്റിക് ആയിട്ടുള്ള ഒപ്പിയോയിഡ്സ് ആണ് ഹെറോയിൻ, ബ്രൗൺ ഷുഗർ. ഇത് രണ്ടുമാണ് സെമി സിന്തറ്റിക് ആയിട്ടുള്ള ഒപ്പിയോയിഡ്സ്. അതുപോലെ സിന്തറ്റിക് ആയിട്ടുള്ള ഒപ്പിയോയിഡ്സ് ആണ് പെത്തഡിൻ, മെത്തഡോൺ. ഓക്കെ, അത് സിന്തറ്റിക് ആയിട്ടുള്ള ഒപ്പിയോയിഡ്സ് ആണ്. ഇനി അടുത്തത് ക്യാനാബിനോയിഡ്സ് ആണ്. ക്യാനാബിനോയിഡ്സ് എന്ന് പറയുമ്പം, അപ്പോൾ ഈ ദുരുപയോഗം ചെയ്യുന്ന ഡ്രഗ്സ് എന്ന് പറയുമ്പം അതിനകത്തിൽ ഈ ഒപ്പിയോയിഡ്സ് എന്ന് പറയുമ്പം നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ അഫക്റ്റ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ്. ഇത് കൂടുതലും പെയിൻ കില്ലർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഏത്? ഒപ്പിയോയിഡ്സ് എന്ന് പറയുമ്പോൾ. ഓക്കെ, രണ്ടാമത്തെ ക്യാനാബിനോയിഡ്സ് എന്ന് പറയുമ്പോഴത്തേനും ക്യാനാബിസ് സറ്റൈവ എന്ന പ്ലാന്റിൽ നിന്ന്, ക്യാനാബിസ് സറ്റൈവ അത് നമ്മൾ കഞ്ചാവ് ചെടി എന്നൊക്കെയാണ് പറയുന്നത്, ആ പ്ലാന്റിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഡ്രഗ്സാണ് ഈ ക്യാനാബിനോയിഡ്സ്. ഇതിനെ ക്യാനാബിനോയിഡ്സിനെ നമ്മൾ 5ആയിട്ട് തിരിക്കും: ഗഞ്ച, ചരസ്, ഹാഷിഷ്, മരിജുവാന. മെയിനായിട്ട് 4ആയിട്ടാണ് തിരിക്കുന്നത്. 5അല്ല, 4ആയിട്ട് തിരിക്കുന്നുണ്ട്. ക്യാനാബിനോയിഡ്സിനെ 4ആയിട്ട് തിരിക്കും: ഗഞ്ച, ചരസ്, ഹാഷിഷ്, മരിജുവാന എന്നിങ്ങനെ 4ആയിട്ടാണ് തിരിക്കുന്നത്. അപ്പോൾ ക്യാനാബിനോയിഡ്സ് എന്ന് പറയുന്നത് ക്യാനാബിസ് സറ്റൈവ എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ ഫ്ലവറിൽ നിന്നും ലീഫിൽ നിന്നും, മെയിനായിട്ട് ഫ്ലവറാണ്, ഫ്ലവറിൽ നിന്ന് എക്സ്ട്രാക്ട് എടുക്കുന്നതാണ് ഈ ക്യാനാബിനോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്യാനാബിസ് സറ്റൈവ. ഓക്കെ, അടുത്തത് കൊക്ക ആൽക്കലോയിഡ്സ്. കൊക്ക ആൽക്കലോയിഡ്സിന് എക്സാമ്പിളാണ് കൊക്കൈൻ. ഇത് എരിത്രോസൈലോൺ കൊക്ക എന്നറിയപ്പെടുന്ന പ്ലാന്റ്സിൻ്റെ ലീഫിൽ നിന്ന് എക്സ്ട്രാക്ട് എടുക്കുന്ന ഡ്രഗ്സാണ് ഈ കൊക്ക ആൽക്കലോയിഡ്സ്. എക്സാമ്പിൾ കൊക്കൈൻ. ഓക്കെ, ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് വൺ വേർഡ് പോലെ ചോദിക്കുന്ന ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ പ്ലാന്റിൻ്റെ പേരും നമ്മൾ എക്സ്ട്രാക്ട് എടുക്കുന്ന ഈ കോമ്പൗണ്ടിൻ്റെ പേരും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ വെക്കുക. ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ട് കഴിഞ്ഞാൽ ഇതിനെ ബേസ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഉറപ്പായിട്ട് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് നോക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസ് ആണ് എഫക്ട്സ് ഓഫ് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ് അബ്യൂസ്. ഡ്രഗ് അബ്യൂസിലൂടെയും ആൽക്കഹോൾ കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുന്നതിലൂടെയും നമുക്കുണ്ടാകുന്ന ഹാംഫുൾ ആയിട്ടുള്ള എഫക്ട്സ് എന്തൊക്കെയാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ഇത്. അതുപോലെ തന്നെ ഇത് ജസ്റ്റ് ഒന്ന് അത് നമുക്ക് നമ്മുടെ ഓർമ്മ വെച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതാവുന്ന എഫക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് മനസ്സിലാകുന്ന. ഇനി ഇതിൻ്റെ ഇത് കഴിഞ്ഞാൽ ഉടനെ തൊട്ട് അടുത്തത് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അതും ജസ്റ്റ് ഒന്ന് നോക്കണം. പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ, എഫക്ട്സ് ഓഫ് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ് അബ്യൂസ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇന്ന ഓർഗൻ സിസ്റ്റത്തെ എല്ലാം അഫക്റ്റ് ചെയ്യും.
പിന്നെ നമുക്കുണ്ടാകുന്ന പല പല സീരിയസ് ആയിട്ടുള്ള ഡിസോർഡറുകൾ, ഡിഫക്റ്റുകൾ നമുക്കുണ്ടാകാം. സൊസൈറ്റിയിലും ഫാമിലിയിലും എല്ലാം ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകാം. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ എഫക്ട്സ് ഓഫ് ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്ത് കുറേ നമ്മൾ നമ്മുടെ ഇത്രയും നാളത്തെ ഒരു അറിവ് വെച്ചുകൊണ്ട് നമ്മൾ കുറച്ച് സംഭവങ്ങൾ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ എന്ന് പറഞ്ഞ് ലാസ്റ്റ് ഒരു ടോപ്പിക് കിടപ്പുണ്ട്. ആ ടോപ്പിക് കൂടെ ജസ്റ്റ് ഒന്ന് നോക്കണം. അതിനകത്ത് ആ ജസ്റ്റ് പേര് മാത്രം മതി. ഇത് കൺട്രോൾ ചെയ്യാനുള്ള അല്ലെങ്കിൽ തടയാനുള്ള, പ്രിവെൻറ്റ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? അതിലൊന്നാമത്തെയാണ് അവോയ്ഡ് അൺഡ്യൂ പിയർ പ്രഷർ. ഫസ്റ്റ് വൺ, അവോയ്ഡ് അൺഡ്യൂ പിയർ പ്രഷർ. സെക്കൻഡ് വൺ ഈസ് എഡ്യൂക്കേറ്റിംഗ് ആൻഡ് കൗൺസിലിംഗ്. അടുത്തത് സീക്കിംഗ് ഹെൽപ്പ് ഫ്രം പേരൻസ് ആൻഡ് പിയേഴ്സ്. ലുക്കിംഗ് ഫോർ ഡേഞ്ചറസ് സൈൻസ്. സീക്കിംഗ് പ്രൊഫഷണൽ ആൻഡ് മെഡിക്കൽ ഹെൽപ്പ്. ഈ പേര് മാത്രം നമ്മുടെ ടെസ്റ്റിൻ്റെ ലാസ്റ്റ് കിടപ്പുണ്ട്. ആ പേര് മാത്രം ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. ഓക്കെ, അത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ രണ്ട് ടോപ്പിക്ക്. എഫക്ട്സ് ഓഫ് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ് അബ്യൂസ്, അതിൻ്റെ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ടോപ്പിക്സ്. അപ്പോൾ ഇതിൽ നിന്ന് ഈ ചാപ്റ്ററിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, നല്ല മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. ഓക്കെ.